ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശാന്തമ്പാറയിലുള്ളൊരു റിസോർട്ടിലോട്ടാണ്. അപ്പം നമ്മളൊരു 5 റൂമാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഫുൾ വീടെടുത്ത് നമുക്ക് താമസിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പിലാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിതാണ്, ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം. നമ്മൾ റീച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെടുത്തേക്കുന്ന വീട്. ഈ ഫുൾ വീടായിട്ടാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല മഞ്ഞ് മൂടിയിട്ടുള്ള നല്ലൊരു ഫീൽ ഗുഡ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ തോതിലൊക്കെ ഇരുട്ട് വീഴാൻ തുടങ്ങി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെറിയൊരു ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു. അതും നല്ലൊരു അടിപൊളി വൈബായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര എനർജറ്റിക്കായിട്ട് അടിപൊളിയായിട്ട് ക്യാമ്പ് ഫയർ എല്ലാം അറ്റൻഡ് നേരെ അങ്ങനെ പരപരാ വെളുത്തു ഗൈസ്. ഈ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്തേക്കുന്ന വീടിൻ്റെ മുകളിൽ കാണുന്ന ചെറിയൊരു മച്ച് പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ രാവിലേക്ക് ഇങ്ങനെ നേരം വെളുത്ത് നല്ല മഞ്ഞ് മൂടി നല്ലൊരു എന്താ സുഖം, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് കുതിരയുണ്ട്. അപ്പോൾ ഹോഴ്സ് റൈഡ് വേണ്ടവർക്ക് ഹോഴ്സ് റൈഡ് പോകാം. നമ്മൾ പോകാത്തത് കൊണ്ട് കുതിരേനെ ഒന്ന് കാണാൻ പോയി 2 കഷ്ണം പുല്ലൊക്കെ കൊടുക്കാമെന്ന് വെച്ചു. സത്യത്തിൽ എനിക്ക് കുതിരേനെ കാണുന്നത് പേടിയാണ്, എന്നാലും ഞാനത് കൊച്ചിനെ കാണിക്കുമ്പോൾ ഒരു രസമല്ലേ എന്ന് ഓർത്തു ഞാനത് കൊടുക്കാൻ തയ്യാറായി പോയി. അതിന് ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കിംഗ് ആയിരുന്നു. അപ്പോൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. 2 ജീപ്പ് അവിടെ ഉണ്ട്. അതിലൊരെണ്ണം നമ്മുടെ അവിടെ ഉള്ള ചേട്ടൻ തന്നെയാണ് ഓടിച്ചത്, ഒരെണ്ണം എൻ്റെ ഹസ്ബൻഡ് സാറാണ് ഓടിച്ചത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായി സ്വന്തമായി ജീപ്പെടുത്ത് വണ്ടി ഓടിച്ച് പോകുക എന്ന് പറയുന്നത് വേറൊരു ഫീലാണല്ലോ. മനസ്സിൽ പേടിയും ടെൻഷനും എല്ലാം നിറഞ്ഞിട്ടുള്ളൊരു ഒരു വികാരത്തിലാണ് നമ്മളതൊരു ധൈര്യത്തിനാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഓടിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടി പോവാണ്. കുറേ കയറ്റം, ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല കയറ്റവും ഇറക്കമൊക്കെ ഉണ്ട്. ഞാനാണ് ഒരു കുഞ്ഞു കൊച്ചിനെയും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ഒരു ജീവഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സ്ഥലം റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയും വരുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ വ്യൂ ആണ്. ഇതാണ്ടോ, അതീ വരുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് മുതലാളി. പുള്ളി വൻ സീനാണ്. ഞാനവിടെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഇതാണ് ഇനി നമ്മുടെ സ്ഥലം. നമ്മൾ ജീപ്പ് ഒരു പരിധിവരെ ഓടിച്ച് ചെന്നതിന് ശേഷം നമ്മൾ നടന്ന് കുറേ കയറ്റം കയറാനുണ്ട്. നമ്മൾ ഈ പോകുന്ന മലയുടെ മുകളെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറാണെന്നാണ് പറയണത്. അപ്പോൾ കുറച്ച് നടന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി. ഈ പറയുന്ന പോലെ ജീപ്പ് കയറുന്ന പോലെ തന്നെ നല്ലൊരു കയറ്റവും നല്ലൊരു ഇറക്കവും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പോകുന്ന പോക്കിനുണ്ടായിരുന്നു. ഫുൾ സൈഡ് ഫുള്ളും ഫെൻസിങ് ചെയ്തേക്കുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടുമൃഗങ്ങളെല്ലാം അതിൻ്റെ എല്ലാം നല്ല സാന്നിധ്യമുള്ളൊരു പ്രദേശത്തു കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയത് കാരണം അതനുസരിച്ചുള്ള റിസ്ക്കും ഉള്ളതാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സ്പീഡായിട്ട് കാണിക്കുന്ന എല്ലാം കൂടി നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു റിസോർട്ടിൻ്റെ തന്നെ വേറൊരു പോർഷൻ്റെ പണി നടക്കണ്ടായി. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വലിഞ്ഞ് അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് ഈ കാണുന്ന ഈ താഴോട്ട് കാണുന്ന ഭാഗം തമിഴ്നാട്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലുമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വന്നിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളുടെ മുകളിലൊക്കെ വലിഞ്ഞ് പിടച്ച് കയറുണ്ടായിരുന്നു. മൊത്തം മഞ്ഞുമൂടി കിടക്കുന്ന കാരണം ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. നമ്മൾ വേറൊരു സ്ഥലത്താണ് നിന്ന് വെച്ചത്. അങ്ങനെ ഇത് ഇതാണ് കണ്ട് എന്ത് രസമാണെന്ന് നോക്കണേ. നിങ്ങൾക്കിപ്പോൾ ഒന്നും വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല, കാരണം ഫുൾ മഞ്ഞായതുകൊണ്ട്. പക്ഷെ നമ്മൾ ആ കാടിൻ്റെ നടുക്ക് ഇങ്ങനെ നിന്ന് ചുറ്റുമുള്ള ഈ കാഴ്ച കാണുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ എൻ്റെ സാറേ.
അത് അടിപൊളി വൈബായിരുന്നു കേട്ടോ. ആ മുകളിലോട്ടുള്ള നമ്മൾ ആ അത്രയും കഷ്ടപ്പെട്ട് അവിടം വരെ എത്തി എന്നുള്ളതിനൊരു എന്താ പറയുക, അതിനൊരു ബെനിഫിറ്റ് ഉണ്ടായ പോലെ ആയിരുന്നു ആ ഒരു യാത്ര. അപ്പോൾ അതിനുശേഷം നമ്മൾ റൂമിലോട്ട് തിരിച്ചു പോയി, ഡ്രസ്സെല്ലാം മാറി. പിന്നെ നമ്മളൊരു വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോകുന്നത്. വെള്ളച്ചാട്ടം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര അധികം ക്രൗഡഡ് അല്ലാത്ത അടിപൊളി ഒരു വെള്ളച്ചാട്ടമായിരുന്നു നമ്മൾ പോയത്. കറക്റ്റ് നെയിം എനിക്ക് ഓർമ്മയില്ല, എന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെയും അവിടുത്തെ ഒരു ചെറിയ നമ്മൾ സ്പെൻഡ് ചെയ്ത കുറച്ച് വീഡിയോസും കൂടി ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യണമെന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഓക്കെ, ബൈ, താങ്ക് യു.